തൃശൂർ കണ്ണാറയിൽ തേനീച്ചയുടെ കുത്തേറ്റ് 4 പേർക്ക് പരിക്ക്. കണ്ണാറ സ്വദേശികളായ തങ്കച്ചൻ, ജോമോൻ ഐസക്, ബെന്നി വർഗീസ്, റനീഷ് രാജൻ എന്നിവർക്കാണ് കുത്തേറ്റത്. ചികിത്സയിലുള്ള തങ്കച്ചന്റെ നില ഗുരുതരമാണ്. കൂട്ടുകാരൻ്റെ അച്ഛൻ ഇങ്ങനെ തേനീച്ച കുത്തി കിടക്കാന്ന് വിളി വന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളെല്ലാം കൂടി അങ്ങോട്ട് ചെന്ന് അവിടെ ചെല്ലുമ്പോൾ ആള് വേറെ കൂട്ടുകാരൻ്റെ വീണ്ടും ഉമ്മർത്ത് സ്റ്റെപ്പും ഇരിക്കുക, സിറ്റൗട്ട് വാതിലുമേ ചാരിയിരിക്കുക. സിറ്റൗട്ടുമേ ആളുടെ വീട്ടിന് മുന്നിൽ കുറച്ച് തീ കിട്ടുന്നുണ്ട്. പക്ഷേ ആളെ തേനീച്ച കുത്തി ആവശ്യം വരും. പക്ഷേ ഞങ്ങൾക്ക് ആളുടെ അടുത്തേക്ക് എത്താൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും തേനീച്ച ഞങ്ങളെ കുത്തി ഓടിപ്പിച്ചു. അതെ, ഞങ്ങൾക്ക് 3 കുത്തി കിട്ടി. അത് ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നിട്ട് വീണ്ടും കോട്ടും ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് വീണ്ടും ഇപ്പോൾ ചെന്ന് ആംബുലൻസ് കയറ്റി ആളെ കൊണ്ടുവന്നു. അഖിൽ വിശദാംശങ്ങൾ നൽകും. അഖിൽ, ഈ കുത്തേറ്റ തങ്കച്ചൻ ഉൾപ്പെടെയുള്ളവരുടെ നില ഇപ്പോഴെങ്ങനെയാണ് സംഭവം ഉണ്ടാകുന്നത്? സെഫിന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. മകന്റെ പറമ്പിലേക്ക് ഇറങ്ങിയതാണ് ഈ വലിയ തേനീച്ചക്കൂടായിരുന്നു. ഈ തേനീച്ചക്കൂട് ഇളകി വന്ന് ഇദ്ദേഹത്തെ കുത്തിയത്, തങ്കച്ചനെ കുത്തിയത്. മറ്റു 3 പേർക്കും തങ്കച്ചനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി രക്ഷിക്കാൻ ശ്വാസപ്രശ്വാസം നടത്തുന്നതിലാണ് ആ കുത്തേറ്റത്. തങ്കച്ചനെ തേനീച്ച പൊതിഞ്ഞ നിലയിലായിരുന്നു ഇവർ കണ്ടെത്തുന്നത്. ആദ്യം ഇവർ അടുത്തേക്ക് എത്തുമ്പോൾ തേനീച്ചവരെ അതിൽ കുത്തി വിരട്ടി ഓടിച്ചു. അതിനുശേഷം പിന്നീട് വീണ്ടും ഹെൽമെറ്റൊക്കെ ധരിച്ചെത്തിയ ശേഷമാണ് ഈ തേനീച്ചകളെ തട്ടിമാറ്റിയ ശേഷം ഈ തങ്കച്ചനെ ഇവർ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ നിലവിൽ തങ്കച്ചൻ ചികിത്സയിൽ കഴിയുകയാണ്. നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. പക്ഷേ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഉദ്യോഗസ്ഥരുള്ളത്, ഡോക്ടർമാരടക്കമുള്ളത്. പക്ഷേ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം, അതായത് നാട്ടുകാരുടെ ആളുകളൊന്നും ആരും അടുപ്പിച്ചിരുന്നില്ല. കൃത്യമായി തന്നെ സമയോചിതമായി ഈ 3 പേർ ഇടപെട്ടതുകൊണ്ടാണ് ഈ തങ്കച്ചനെ ഇതിനുള്ളിൽ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ കഴിഞ്ഞത്. എന്തായാലും നിലവിൽ ഇപ്പോഴും ഈ ഗുരുതരാവസ്ഥയിൽ തന്നെ തങ്കച്ചൻ ചികിത്സയിൽ കഴിയുകയാണ്. ശരി അഖിൽ.